ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എബിഡി സാറാണ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോൾഡ് വാർ എന്ന് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. കോൾഡ് വാറിന്റെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ മക്കൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യ ഈ പറയുന്ന കോൾഡ് വാർ ടൈമിൽ ഇന്ത്യയുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ടോപ്പിക്കാണ്. മക്കളെല്ലാവരും ത്രൂ ഔട്ട് ഈ ഒരു ക്ലാസ് കാണണം. നമ്മളൊരു 6-7 മിനിറ്റ്സ് മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ത്രൂ ഔട്ട് ഈ ക്ലാസ് കാണുക. ദെൻ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ത്രൂ ഔട്ട് ക്ലാസ് കാണുന്ന സമയത്ത് കോൾഡ് വാറിൽ ഇന്ത്യയുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു, അപ്പോൾ അതിന് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള നാം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഡിലേ ആക്കുന്നില്ല. ഫസ്റ്റ് നമ്മളിവിടെ പറയുന്നത് കോൾഡ് വാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, എന്താണ് ഈ പറയുന്ന പോലെ തന്നെ 2 പവേഴ്സ് തമ്മിലായിരുന്നു. സോവിയറ്റ് പവർ അല്ലെങ്കിൽ ഈ പറയുന്ന USSRും USA തമ്മിലായിരുന്നു. സോഷ്യലിസ്റ്റ് കോൺസെപ്റ്റും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് കോൺസെപ്റ്റും തമ്മിൽ, അല്ലെങ്കിൽ 2 പവേഴ്സ് തമ്മിൽ, 2 ബ്ലോക്സ് തമ്മിലുണ്ടായിട്ടുള്ള എന്താണ് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കോൺഫ്രണ്ടേഷൻ ആയിരുന്നു എന്ന് പറയുന്നത് കോൾഡ് വാർ എന്ന് പറയുന്നത്. ആശയപരമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു. അതൊരിക്കലും എന്തിലേക്ക് പോയിരുന്നില്ല, ഒരു ആംഡ് റെബല്യനോ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്തിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇന്ത്യയുടെ അപ്രോച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റൂടാ, ആസ് എ ലീഡർ ഓഫ് നാം എന്ന് പറയുമ്പോൾ നോൺ അലൈൻ മൂവ്മെന്റ് ആണ് അല്ലെ. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചേരിചേരാ പ്രസ്ഥാനം. നമുക്കറിയാം ഏറ്റവും പ്രധാനമായിട്ടും ജവഹർലാൽ നെഹ്റു അടക്കമുള്ള 5 മെമ്പേഴ്സാണ് ഈ പറയുന്ന നോൺ അലൈൻഡ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളത്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പറയുന്ന ഏഷ്യൻ ആഫ്രിക്കൻ നേഷൻസ് അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ നേഷൻസ് ഒക്കെ ഈ പവർ ബ്ലോക്സിന്റെ ഭാഗമാവാതിരിക്കാൻ, സ്വതന്ത്രമായി നിൽക്കാനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും നിഷ്പക്ഷമായി നിൽക്കാനും ദെൻ ഈ പറയുന്ന ന്യൂലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാഷ്ട്രങ്ങളുടെ വികസനത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് നാം അല്ലെ. അപ്പോൾ ഈ ചേരിചേരാ പ്രസ്ഥാനം ഇന്തോനേഷ്യയിലെ ബന്ധുവിൽ വെച്ചിട്ടും ദെൻ ബെൽഗ്രേഡിൽ വെച്ചിട്ടും ഒക്കെ രൂപീകരിക്കപ്പെടുന്ന, അതിന് മീറ്റിങ്ങിലും രൂപീകരിക്കപ്പെടുന്ന ഈ ഒരു നാം ഒബ്വിയസ്ലി 2 ബ്ലോക്കിന്റെയും ഭാഗമാവാതിരിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ നാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് മുമ്പിൽ നിൽക്കുന്ന ഒരു ശക്തിയാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ് എന്ന രീതിയിൽ ഇന്ത്യയുടെയും അപ്രോച്ച് അത് തന്നെ ആയിരിക്കും അല്ലേ. നമുക്ക് നോക്കാം. As a leader of NAM, India's response to the Cold War was twofold. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ kept a safe distance from super powers എന്നതാണ്. അതായത് ഈ പറഞ്ഞ നാമിന്റെ മെമ്പർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക, ഒരു ലീഡർ എന്ന രീതിയിൽ ഇന്ത്യയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ബ്ലോക്സും എന്ത് ചെയ്യുക, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പവർ ബ്ലോക്സിന്റെ ഭാഗമാവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ദെൻ റൈസ് വോയിസ് അഗെയിൻസ്റ്റ് ന്യൂലി ഇൻഡിപെൻഡന്റ് കൺട്രീസ് ജോയിനിങ് ഏതർ ഓഫ് ദ ബ്ലോക്സ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പവർ ബ്ലോക്സിന്റെ ഭാഗമാവാൻ ഈ പറഞ്ഞ ന്യൂലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നേഷൻസ് ട്രൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വോയിസ് റൈസ് ചെയ്യുക, അവരോട് എന്ത് ചെയ്യുക, പോരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, അവർ തിരിച്ചു കൊണ്ടുവരിക എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. Then India's policy was neither negative nor passive in the nature. India tried to reduce the difference between the superpowers. ഇന്ത്യയുടെ ഈ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് അല്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലോകം നേരിടുന്ന പ്രശ്നങ്ങളൊന്നും ഒളിച്ചോടുകയല്ല ചെയ്യുന്നത്, സജീവമായിട്ട് തന്നെ ഇടപെടുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന പവർ ബ്ലോക്സിന്റെ ഭാഗമാവുകയാണെങ്കിൽ അവർ തെറ്റ് ചെയ്താലും അവർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും. അത് കൃത്യമായി തിരിച്ചറിഞ്ഞാണ് അവരുടെ ഭാഗമാകാതിരിക്കുക എന്നൊരു ഡിസിഷനിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അതിനപ്പുറം ഇനിയൊരു ലോകയുദ്ധത്തിനുള്ള ഒരു വഴി വെക്കരുത് എന്ന് കൃത്യമായിട്ടും തിരിച്ചറിഞ്ഞത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഇന്ത്യയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, സജീവമായിട്ട് ഇടപെടുക, ഈ പവർ ബ്ലോക്സ് തമ്മിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഈ പറയുന്ന ഡിസ്പ്യൂട്ട്സ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, പക്ഷെ അതിന് രണ്ടിനും ഭാഗമാവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കുന്നതെങ്കിലും പല നേഷൻസും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇന്ത്യയെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കണം. ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ഇന്ത്യസ് പോളിസി ഓഫ് നാം. Having criticized other for joining alliances, India signed a treaty of friendship with the USSR in 1971. USSR അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനുമായിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പവർ ബ്ലോക്സിന്റെ ഭാഗമാവില്ല എന്ന് പറയുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് അവരോട് ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്ന രീതിയിൽ വലിയ രീതിയിൽ ഇന്ത്യ എന്ത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൂടാതെ India's name was said to unprincipled MCQ kind of questions ഒക്കെ വരാറുണ്ട്. In the name of national interest, India often refused to take a bold step on crucial international issues. അപ്പോൾ ഇന്ത്യ പലപ്പോഴും നാമിൽ പറയുന്ന പോലെ പ്രാക്ടിക്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കലി അത് എന്ത് ചെയ്യുന്നില്ല, ഇമ്പോസ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ പല രീതിയിലും അൺപ്രിൻസിപ്പിൾഡ് ആണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ പറഞ്ഞ ഇന്ത്യയുടെ ഈ ഒരു പോളിസി എന്ന് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം USSRന്റെ USA ഭാഗമാവാതിരിക്കുകയും അതേസമയം തന്നെ USSRുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുകയും അല്ലെങ്കിൽ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയിൽ സൈൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഒബ്വിയസ്ലി ഇന്ത്യ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിറ്റിസൈസ് ചെയ്യാൻ കാരണമാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റൂടാ.
ദെൻ റെലവൻസ് ഓഫ് നാം ഇൻ ദ കണ്ടംപററി വേൾഡ് അതുകൂടി നമുക്ക് നോക്കി പോകാം അല്ലെ. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വിത്ത് ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് USSR ആൻഡ് ദ എൻഡ് ഓഫ് കോൾഡ് വാർ ഇൻ 1991 ദ പോളിസി ഓഫ് നാം ബിക്കേം ഇറലവൻറ്റ്. നമുക്കറിയാം ഈ പറയുന്ന 2 പവർ ബ്ലോക്സ് ഉള്ളപ്പോൾ മാത്രമാണ് നാമിന് വലിയ എന്തുള്ളത് റെലവൻസ് ഉള്ളത്. കാരണം 2 പവർ ബ്ലോക്സ് തമ്മിലാണ് കോൾഡ് വാർ ഉള്ളത്. അപ്പോൾ ഈ പവർ ബ്ലോക്സിന്റെ ഭാഗമാകാതിരിക്കാനാണ് നാം ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആഫ്റ്റർ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ 1991 കൂടി സോവിയറ്റ് യൂണിയൻ തകർന്നിടാം. മിഖായൽ ഗോർബച്ചേവ് ദ ഫൈൻ പ്രസിഡന്റ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ രാജിവെച്ചതോടുകൂടി സോവിയറ്റ് യൂണിയൻ തകർന്നു. അതോടുകൂടി 2 പവർ ബ്ലോക്സ് ഇല്ല, അമേരിക്ക മാത്രമാണ്. കോൾഡ് വാർ ഇല്ല, കാരണം 2 പവേഴ്സ് തമ്മിലായിരുന്നു അല്ലെ, എന്താ പറയുക, ഒരു വില്ലനും ഒരു നായകനും തമ്മിലായിരുന്നു, അല്ലെങ്കിൽ 2 ആൾക്കാർ തമ്മിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരാൾ ഇതിൽ തീർന്നു, പിന്നെ എന്തില്ല, അവിടെ വാറില്ല, വാറും അവിടെ അവസാനിച്ചു. ദെൻ നാമിന്റെ എക്സിസ്റ്റൻസ് ഒരു എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ മാർക്കായി വരാണ്. പക്ഷെ നാം ആ സമയത്തും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മറ്റു പല ഏരിയാസിലാണ്. ഇക്കണോമിക് അച്ചീവ്മെന്റ്സും ഇക്കണോമിക് പ്രോഗ്രസിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യെസ്, Nam seems to have lost much of political irrelevance, but on the economic front, Nam is relevant is very much on the increase. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പൊളിറ്റിക്കലി നാമിന്റെ ഇമ്പോർട്ടൻസ് അവിടെ കുറഞ്ഞുവെങ്കിലും ഇക്കണോമിക്സ് ഏരിയാസിൽ നാമിന്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യണം, അവിടെ കൂടാണ് ചെയ്യുന്നത്. Non-aligned countries play an important role in the tackling of major issues like racism, world terrorism, world environmental protection. ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും നാം ഈ പറയുന്ന ഇക്കണോമിക് പ്രോഗ്രസ് എസ്പെഷ്യലി തേർഡ് വേൾഡ് കൺട്രീസിനൊക്കെ ഇക്കണോമിക് പ്രോഗ്രസിനൊക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ വേൾഡ് ഫേസ് ചെയ്യുന്ന ടെററിസം, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ എന്താണ് റേസിസം പോലുള്ള പ്രോബ്ലംസിനൊക്കെ കൃത്യമായിട്ടും ക്രിട്ടിസൈസ് ചെയ്യാനും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാമിന് പറ്റിയിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇതായിരുന്നു എന്താണ് കോൾഡ് വാറിനോട്ടുള്ള ഇന്ത്യയുടെ അപ്രോച്ച് എന്താണെന്നുള്ളതാണ്. കോൾഡ് വാറിനെ ഇന്ത്യ സ്ട്രോങ്ങിൽ ഇതിന് ഒപ്പോസ് ചെയ്യുന്നതിന്റെ ഒരു പവർ ബ്ലോക്കിന്റെ ഭാഗമാവുന്നില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ പറഞ്ഞ എന്താണ് ബാക്കിയുള്ള ആളുകൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോസിബിലിറ്റി അവിടെ കിട്ടിയത് ഇന്ത്യയും USSR തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കും നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ ഷോർട്ട് ആയിട്ടും ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ എൻറ്റയർ ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണുക. അപ്പോഴത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.